ഈ ഘട്ടത്തിൽ ഇത്തവണയും ഇടതുമുന്നണിയെ നയിക്കുന്ന പിണറായി വിജയൻ കണ്ണൂരിൽ റോഡ് ഷോയായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് പോകുന്നു. തത്സമയ ദൃശ്യം. നിഖിൽ അളവൂരുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, CPIM-ന്റെ PB അംഗം ഇത്തവണയും ഇടതുമുന്നണിയെ നയിക്കുന്നു, ജയിച്ചാൽ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നു, അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലേക്ക് പോകുന്നു. എത്രമാത്രം ആവേശകരമായ രീതിയിൽ അല്ലെങ്കിൽ എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ സ്വീകരണ ചടങ്ങ് റോഡ് ഷോയും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത് CPIM? ഏതായാലും ക്യാപ്റ്റൻ തന്നെ കളത്തിലിറങ്ങി LDF-ന്റെ പ്രചാരണ രംഗം കൊഴുപ്പിക്കുന്നതിലേക്കാണ് CPIM ഇപ്പോൾ കടക്കുന്നത്. നേരത്തെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ നേരിട്ടിറങ്ങി പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചതാണ്. ഏതായാലും ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയന്റെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ്. അല്പസമയം മുൻപാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേർന്നത്. അദ്ദേഹം ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി അദ്ദേഹം ഇനി പിണറായിലേക്ക് ഈ റോഡ് ഷോയായി പോവുകയാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. ആ സ്വീകരണം ഏറ്റുവാങ്ങിയതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം, ഒപ്പം തന്നെ പ്രവർത്തകരുടെ നിരവധി വാഹനങ്ങളെല്ലാമായി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുശേഷം ഒരുപക്ഷെ ഈ യാത്രയിൽ പലയിടങ്ങളിൽ നിന്നായി പ്രവർത്തകർ ഈ റാലിയോടൊപ്പം ചേരും. അങ്ങനെ പിണറായിയിൽ എത്തുമ്പോഴേക്കും ഒരു വൻ റാലിയായി ഇത് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ക്യാപ്റ്റൻ കളത്തിലിറങ്ങുന്നതോടുകൂടി LDF നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നേടിയ ഒരു ആധിപത്യമുണ്ട്. അത് കുറച്ചുകൂടി നിറമുള്ളതാക്കി മാറ്റുന്നു LDF. ആ നിലയ്ക്ക് പ്രചാരണത്തിന്റെ മുഴുവൻ ആവേശവും ആയി മുന്നോട്ട് വരികയാണ് LDF. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ അത് ആരംഭിക്കുകയാണ്. നിരവധി പ്രവർത്തകരെ കാണാം. ഇരുചക്ര വാഹനങ്ങളിൽ ഉൾപ്പെടെ കൊടികളും മറ്റുമായുള്ള പ്രവർത്തകരുണ്ട്. അതിനൊപ്പം CM-ന്റെ വാഹന വ്യൂഹമാണ്. ആ വാഹന വ്യൂഹം ഇപ്പോൾ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. പിണറായി വരെയാണ് ഈ റോഡ് ഷോ ഉള്ളത്. നിലവിൽ ഉള്ള ഈ ഒരു വാഹന റാലിക്കൊപ്പം കൂടുതൽ വാഹനങ്ങളും പ്രവർത്തകരുമെല്ലാം തന്നെ ഈ റാലിയിലുടനീളം അണിനിരക്കും. ഏതായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭരണം എന്ന ലക്ഷ്യം, ആ ലക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് LDF കടന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പ്രചാരണ രംഗത്ത് സജീവമായി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രചാരണ രംഗത്ത് വലിയ മേൽക്കൈ നേടുക എന്നുള്ളതാണ് LDF തുടക്കത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന കാര്യം. അതിന് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ കൂടി നടക്കുന്നതോടുകൂടി ഇത് ധർമ്മടത്തെ റോഡ് ഷോ എന്നതിനും അപ്പുറത്തേക്ക് കേരളത്തിലാകെ LDF-ന്റെ പ്രവർത്തകർക്കും LDF-ന്റെ സ്ഥാനാർത്ഥികൾക്കും ആവേശം നൽകുന്നതായി മാറുകയാണ്. മുഖ്യമന്ത്രി നേരിട്ട് കളത്തിലിറങ്ങുന്നു. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലെല്ലാം തന്നെ LDF സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകളും പ്രകടനങ്ങളും ഒക്കെ നടന്നിരുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടുകളും മറ്റും ഉപയോഗിച്ചായിരുന്നു ആദ്യഘട്ട പ്രചാരണ പരിപാടി ആദ്യ ദിവസം നടന്നതെങ്കിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന LDF-ന്റെ നായകൻ മൂന്നാം തവണയും ഭരണത്തിലേക്ക് LDF-നെ നയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ ആവേശമാണ് LDF പ്രവർത്തകർക്കുള്ളത്. ആ ആവേശത്തിന്റെ ഒരു തുടക്കമാണ് നമ്മൾ കാണുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പം പ്രവർത്തകർ വരികയാണ്. ഇനി ഈ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടുകൂടി അഞ്ചരക്കണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കടന്നാണ് പിണറായിലേക്ക് ഈ റാലി പോവുക. ആ സമയത്ത് കൂടുതൽ പ്രവർത്തകർ ഈ റോഡ് ഷോയുടെ ഭാഗമായി മാറുകയും ചെയ്യും. അങ്ങനെ വലിയൊരു റാലി, ഒരു കൂറ്റൻ റാലി പിണറായിലേക്ക് മുഖ്യമന്ത്രിക്കൊപ്പം പോകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. വലിയ ആവേശത്തിലാണ് LDF പ്രവർത്തകർ ആകെ. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിൽ തന്നെ പുറത്തേക്ക് സഞ്ചരിക്കുന്നു. വലിയ സ്വീകരണം. നിഖിൽ സൂചിപ്പിച്ചതുപോലെ ഈ റോഡ്
ഷോ പിണറായിയിലെത്തുമ്പോൾ ഒരു വലിയ ആവേശകരമായ നിലയിലേക്ക് അവിടുത്തെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം മാറും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് ഏറ്റവും പുതിയതായി വരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കമുള്ള നേതൃത്വത്തിൽ നിന്നുണ്ടായ വിള്ളലുകൾ, ഇതിലൊക്കെ പിണറായി വിജയൻ എന്തു പറയുമെന്നതാണ് ഒരു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളാകെ ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കേൾവിക്ക് അല്ലെങ്കിൽ പിണറായിയുടെ വാക്കുകൾക്ക് വേണ്ടിയുള്ളൊരു ജാഗ്രത കൂടി മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകും അല്ലേ നിഖിൽ? ഏതായാലും നിലവിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അതായത് പയ്യന്നൂരിലായിരുന്നു ആദ്യം വിഭാഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തോടുകൂടി വലിയ രീതിയിൽ ആ നിലയ്ക്ക് CPM-നകത്ത് ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന രീതിയിലേക്ക് ചർച്ചകൾ വരുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ CPIM വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞ് പുറത്തു പോകുന്നത് കൊണ്ടൊന്നും ഒരു കാരണവശാലും അത് CPIM-നെ ബാധിക്കാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് LDF-ന്റെ വിജയ സാധ്യതകളെ ബാധിക്കാൻ പോകുന്നില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിലും എവിടെയും അത് തങ്ങളെ ബാധിക്കില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് LDF പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളത് ഒരുപക്ഷെ അത് അദ്ദേഹം പങ്കെടുക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പൊതുയോഗത്തിലോ മറ്റോ ആയിരിക്കാം അത്തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത്. ഏതായാലും അത് ഒരു ആകാംക്ഷയുള്ള കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും കണ്ണൂരിലാണ് ഇന്നലെ TK ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഏരിയ സെക്രട്ടറി ആയി ഇരിക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് പിണറായി വിജയൻ, ഞാനുമായി അത്രയും അടുപ്പമുള്ളയാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല 60 വർഷത്തെ CPIM-യുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്ന TK ഗോവിന്ദൻ ഇപ്പോൾ ആ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നതിന്റെ കാരണങ്ങൾ അത് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് പിണറായി വിജയൻ പ്രതികരിക്കാൻ പോകുന്നത്, അദ്ദേഹം അതിൽ എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധേയം തന്നെയാണ്. ഏതായാലും ഇന്നിപ്പോൾ ഈ റോഡ് ഷോ പിണറായിയിൽ അവസാനിക്കുക മാത്രമാണ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് പൊതുയോഗം ഉൾപ്പെടെയുള്ള പരിപാടികളൊന്നും തന്നെ ഇല്ല. ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന പൊതുയോഗങ്ങളിലോ മറ്റോ ആയിരിക്കും മുഖ്യമന്ത്രിയിൽ നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. ഇപ്പോഴേതായാലും ഈ റോഡ് ഷോ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പ്രവർത്തകർ ഈ നിലവിൽ ചെറിയ ഒരു കൂട്ടം പ്രവർത്തകർ മാത്രമാണുള്ളത്. ഇരുചക്ര വാഹനങ്ങളിൽ കൊടികളും മറ്റുമായി കുറച്ച് പ്രവർത്തകരാണുള്ളത്. ഒപ്പം നേതാക്കളാണ് പിന്നീടുള്ളത്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, CN ചന്ദ്രൻ, M സുരേന്ദ്രൻ തുടങ്ങിയവരെല്ലാം, P ശശി തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഉണ്ട്. അവരെല്ലാം ചേർന്നാണ് മുഖ്യമന്ത്രിയെ കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. ആ സ്വീകരണത്തിന് ശേഷം ഇപ്പോൾ റോഡ് ഷോ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. ഈ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തുമ്പോഴായിരിക്കും ഒരുപക്ഷെ കൂടുതൽ പ്രവർത്തകർ പല ഇടങ്ങളിൽ നിന്നായി ഈ റോഡ് ഷോയുടെ ഭാഗമായി ചേരുക. ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. CPIM-ന്റെയും ഒപ്പം തന്നെ മറ്റ് LDF-ലെ ഘടക കക്ഷികളുടെയും ഒക്കെ പതാകകളും ഒക്കെയായുള്ള പ്രവർത്തകരെ നമുക്ക് കാണാം. ഈ റോഡ് ഷോ പിണറായിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ ആവേശം കൂടിക്കൂടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പിണറായി വിജയൻ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് CPIM പ്രവർത്തകർക്കും LDF പ്രവർത്തകർക്കും നൽകുന്ന ആവേശം അത് ചെറുതായിരിക്കില്ല. ആ ആവേശത്തിന്റെ ഒരു തുടക്കമാണ് നമ്മളിവിടെ കാണുന്നത്. ശരി നിഖിൽ.